ഭൂമിയിൽ നിന്നും 3,80,000 കിലോമീറ്റർ അകലെ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിശബ്ദതയുണ്ട്. ചുറ്റും കറുത്തിരുണ്ട ശൂന്യത മാത്രം. ഇവിടെ ഒരു തെറ്റ്, വെറും ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും തിരിച്ചൊരു വരവില്ല. പിന്നീടുള്ള കാലം മുഴുവൻ ആ തണുത്തുറഞ്ഞ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു ശവക്കല്ലറ പോലുമില്ലാതെ അന്ത്യവിശ്രമം കൊള്ളേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കിയ ആ അവസ്ഥ. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ചരിത്രം എന്താ? 1999 വർഷത്തിൽ മനുഷ്യൻ ചന്ദ്രനിലിറങ്ങി. നീൽ ആംസ്ട്രോങ് നടന്നു. അമേരിക്ക കൊടി നാട്ടി. അവർ തിരിച്ചു വന്നു. ഒരു ഹാപ്പി എൻഡിങ് അല്ലേ? എന്നാൽ അവർ തിരിച്ചു വരാൻ സാധ്യതയില്ലായിരുന്നു എന്ന് പറഞ്ഞാലോ? ലോകം മുഴുവൻ ആഘോഷിച്ച ആ വിജയത്തിന് പിന്നിൽ ആരും അറിയാതെ പോയ ഒരു മരണക്കളി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കോടികൾ മുടക്കി നിർമ്മിച്ച പേടകമല്ല, നാസയുടെ സൂപ്പർ കമ്പ്യൂട്ടറുകളല്ല, അവസാനം അവരുടെ ജീവൻ രക്ഷിച്ചത് നിങ്ങളുടെയൊക്കെ പോക്കറ്റിൽ കാണുന്ന വെറും 5 രൂപ വിലയുള്ള ഒരു വസ്തുവാണ്. ഇന്ന് ഇൻസൈഡ് സ്റ്റോറിയിൽ നമ്മൾ പരിശോധിക്കുന്നത് ചരിത്രം മറച്ചുവെച്ച ആ ത്രില്ലിംഗ് നിമിഷത്തെക്കുറിച്ചാണ്. ചന്ദ്രനിൽ വെച്ച് എൻജിൻ സ്റ്റാർട്ടാകാതെ കുടുങ്ങിപ്പോയ നിമിഷം. എന്താകും അപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക? ലെറ്റ്സ് ഗോ ഇൻസൈഡ് ദ സ്റ്റോറി. നമുക്കൊന്ന് 1999 പോകാം. ഈഗിൾ എന്ന ലൂണാർ മൊഡ്യൂളിലാണ് നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിലിറങ്ങിയത്. നിങ്ങൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വലിയ സ്ഥലമൊന്നും അതിനകത്തില്ല കേട്ടോ. 2 പേർക്ക് കഷ്ടിച്ച് നിൽക്കാൻ മാത്രം സ്ഥലമുള്ള അലുമിനിയം ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ടിൻ ക്യാൻ, അതാണ് സത്യം. പുറത്ത് കൊടും തണുപ്പാണ്, -°C. നടത്തമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് പേടകത്തിലേക്ക് കയറി. ഇനി തിരിച്ച് ഭൂമിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അവരിട്ടിരുന്ന സ്പേസ് സ്യൂട്ട് വളരെ വലുതാണ്. പുറകിൽ വലിയൊരു ഓക്സിജൻ ടാങ്കുണ്ട്. ഈ ഇടുങ്ങിയ സ്ഥലത്ത് തിരിയുമ്പോഴും മറിയുമ്പോഴും അവരുടെ ബാഗ് എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ മതി, എന്തെങ്കിലും പൊട്ടും. നിർഭാഗ്യവശാൽ അതുതന്നെ സംഭവിച്ചു. ബസ് ആൽഡ്രിൻ തറയിലേക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയ പ്ലാസ്റ്റിക് കഷ്ണം കിടക്കുന്നു. അതെന്താണെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തം മരവിച്ചുപോയി. അതൊരു സർക്യൂട്ട് ബ്രേക്കർ സ്വിച്ച് ആയിരുന്നു. അബദ്ധത്തിൽ അവരുടെ ബാഗ് തട്ടി അത് ഒടിഞ്ഞു വീണതാണ്. പക്ഷേ അത് വെറുമൊരു സ്വിച്ച് ആയിരുന്നില്ല. എൻജിൻ ആർം എന്നെഴുതിയ സ്വിച്ച് ആയിരുന്നു അത്. ലളിതമായി പറഞ്ഞാൽ ചന്ദ്രനിൽ നിന്ന് തിരിച്ചു പൊങ്ങാനുള്ള റോക്കറ്റ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരേ ഒരു സ്വിച്ച്. എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്വിച്ച് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നാസയുടെ കയ്യിൽ വേറെ റോക്കറ്റുകളൊന്നുമില്ല അവരെ രക്ഷിക്കാൻ. അവർക്ക് വേറെ വഴിയില്ല. ആ എൻജിൻ സ്റ്റാർട്ടായില്ലെങ്കിൽ അവർക്ക് ആ പേടകത്തിൽ തന്നെ ഇരിക്കേണ്ടി വരും, കയ്യിലുള്ള ഓക്സിജൻ തീരുന്നതുവരെ. ഒരുപക്ഷെ 2 ദിവസം. പരസ്പരം നോക്കി മരണം വരുന്നത് കാത്തിരിക്കുക. ഭൂമിയിലുള്ള ഭാര്യയോടും കുട്ടികളോടും റേഡിയോയിലൂടെ അവസാനമായി സംസാരിക്കുക. ശ്വാസം കിട്ടാതെ പതുക്കെ വേദനയോടെ മരിക്കുക. എത്ര ഭയാനകമായൊരവസ്ഥയാണത് അല്ലേ? ഇത് വെറുമൊരു ഭാവനയല്ല കേട്ടോ. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ വായിക്കാൻ വേണ്ടി ഒരു പ്രസംഗം, സ്പീച്ച് അന്ന് തയ്യാറാക്കി വെച്ചിട്ടുള്ളൂ. അതായത് അവർ മരിച്ചാൽ ലോകത്തോട് പറയാൻ വേണ്ടി എഴുതി വെച്ച വരികൾ. ആ വരികൾ ഇങ്ങനെയായിരുന്നു: വിധി തീരുമാനിച്ചിരിക്കുന്നു. സമാധാനത്തിനു വേണ്ടി ചന്ദ്രനിലേക്ക് പോയവർ സമാധാനത്തോടെ അവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളാൻ. എത്ര ഭീകരമായ വരികളാണല്ലേ! അവർ മരിച്ചാൽ ചന്ദ്രനിലേക്കുള്ള റേഡിയോ ബന്ധം വിച്ഛേദിക്കാനും അവർക്ക് വേണ്ടിയുടെ അന്ത്യകർമ്മം ഭൂമിയിൽ നടത്താനും വരെ പ്ലാൻ ഉണ്ടായിരുന്നു. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ സ്വന്തം ചരമവാർത്ത തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ആൽഡ്രിൻ ഉടനെ തന്നെ ഹ്യൂസ്റ്റണിലേക്ക് മെസ്സേജ് അയച്ചു. ഇവിടെ ഒരു സ്വിച്ച് പൊട്ടിയിരിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? നാസയിലെ ശാസ്ത്രജ്ഞർ ആകെ പരിഭ്രാന്തിയിലായി. കാരണം ആ സ്വിച്ച് ഇരിക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ പാനലിലാണ്. വിരലിട്ട് അമർത്താൻ നോക്കിയാൽ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടായി മൊത്തം പേടകവും പൊട്ടിത്തെറിക്കാം. സമയം പോയിക്കൊണ്ടിരുന്നു. ഭൂമിയിൽ നിന്ന് അവർ പറഞ്ഞു, തൽക്കാലം നിങ്ങളൊന്ന് ഉറങ്ങാൻ നോക്കൂ, ഞങ്ങൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. ഉറങ്ങാനോ? തിരിച്ച് വീട്ടിലെത്തുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ആ സമയത്ത് എങ്ങനെ ഉറങ്ങാൻ കഴിയും? നിങ്ങൾക്ക് പറ്റുമോ? അവരാ പേടകത്തിൽ തണുപ്പത്ത് കിടന്നു. പുറത്ത് അഗാധമായ ഗർത്തങ്ങൾ. സമയം കഴിയുന്തോറും അവരുടെ പ്രതീക്ഷകൾ കുറഞ്ഞു വന്നു. രാവിലെ എഴുന്നേറ്റിട്ടും നാസയ്ക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇനിയെല്ലാം അവരുടെ കയ്യിലാണ്. ഡു ഓർ ഡൈ. എന്ത് സംഭവിക്കും? അപ്പോഴാണ് ബസ് ആൽഡ്രിൻ തൻ്റെ പോക്കറ്റിൽ കിടന്നൊരു സാധനം ശ്രദ്ധിച്ചത്.
ഒരു ഡ്യൂറോസെൽ ഫെൽറ്റ് ടിപ്പ് പെൻ. നമ്മുടെ സ്കെച്ച് പെൻ പോലത്തെ ഒന്ന്. അതിൻ്റെ അറ്റം പ്ലാസ്റ്റിക്കാണ്, കറണ്ട് അടിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ പൊട്ടിയ സ്വിച്ചിൻ്റെ ദ്വാരത്തിലേക്ക് കയറ്റാൻ പാകത്തിനുള്ള വലിപ്പമായിരുന്നു ആ പേനയ്ക്ക്. ഒരു ഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാൻ? ഒന്ന് ആലോചിച്ച് നോക്കണം. ബില്യൺ കണക്കിന് ഡോളർ മുടക്കിയ മിഷൻ, ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ്, ആയിരക്കണക്കിന് എഞ്ചിനീയർമാർ. പക്ഷെ അവസാനം ആ 2 മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വന്നത് വെറുമൊരു പേനയാണ്. ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കൗണ്ട് ഡൗൺ തുടങ്ങി. ആൽഡ്രിൻ ആ പേന സ്വിച്ചിൻ്റെ ഹോളിലേക്ക് കടത്തി. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ആ പേന വെച്ച് ഉള്ളിലേക്ക് അമർത്തി. ഇറ്റ് വർക്ക്ഡ്. എഞ്ചിൻ സ്റ്റാർട്ടായി. പേടകം ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് കുതിച്ചു. ആ ഒരു നിമിഷം, ആ പേന അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആൽഡ്രിൻ ആ ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ, മനുഷ്യന്റെ ചരിത്രം മറ്റൊന്നായനെ, അല്ലേ? ചരിത്രം എപ്പോഴും ജയിക്കുന്നവരുടെ കഥകളെ പാടാറുള്ളൂ. നമ്മൾ നീൽ ആംസ്ട്രോങ്ങിന്റെ 1 സ്മോൾ സ്റ്റെപ്പ് മാത്രമേ ഓർത്തിരുന്നുള്ളൂ. പക്ഷേ ആ വിജയത്തിന് തൊട്ടടുത്ത് മരണത്തിന്റെ ഒരു വലിയ ഗർത്തമുണ്ടായിരുന്നു. നമ്മൾ എത്രയൊക്കെ ടെക്നോളജി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മുൻപിൽ നമ്മളൊന്നുമല്ല. ചിലപ്പോൾ നമ്മുടെ ജീവൻ പിടിച്ചു നിർത്തുന്നത് ഇതുപോലെയുള്ള ചെറിയ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും. ഇന്ന് ആ പേന ഒരു മ്യൂസിയത്തിലിരിപ്പുണ്ട്, മനുഷ്യന്റെ അതിജീവനത്തിന്റെ പ്രതീകമായി. നിങ്ങൾക്കെന്തു തോന്നുന്നു? നമ്മുടെ വിധി തീരുമാനിക്കുന്നത് ഇത്തരം ചെറിയ കാര്യങ്ങളാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ഡാർക്കായ, ആരും പറയാത്ത സത്യങ്ങൾ തേടിയുള്ള യാത്ര തുടരും. ഇത് ഇൻസൈഡ് സ്റ്റോറി. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. See you in the next mystery.